ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 3ാം ക്ലാസ് 2025 ഹാഫ് ഇയർലി എക്സാമിന് തജ്വീദുൽ ഖുർആൻ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ് ആയിട്ട് ഇത് ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ പാഠഭാഗങ്ങൾ മുഴുവനായിട്ട് പറയുന്ന വീഡിയോസൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ അതിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അതുപോലെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം. നമുക്ക് കോളത്തിൽ അടയാളപ്പെടുത്താനാണ് ആദ്യം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? നഹ്ലിൻ ഹാവിയ എന്നതിലെ തൻവീനിന് ശേഷം ഹ എന്താണ്? തൻവീനിന് ശേഷം ഹ വന്നാൽ ഇൽഹാർ ചെയ്യണം. നൂനിനും തൻവീൻ്റെയും വിധികൾ 5 ഇൽഹാർ, ഇദാം ബി ഉന്ന, ഇദാം ബിലാ ഉന്ന, ഇഖ്ഫാ, ഇക്ലാബ്. അപ്പോൾ ഇവിടെ തൻവീന് ശേഷം ഹ, അത് ഇൽഹാറിൻ്റെ ഹർഫാണ്. അതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. അടുത്തതാ, ഖുർആൻ പാരായണം അവസാനിച്ചാൽ പറയണം. എന്താണ് പറയേണ്ടത്? സദഖല്ലാഹുൽ അലീം, സദഖല്ലാഹുൽ അലീം എന്ന് പറയണം. അദബുകൾ പഠിച്ചിരുന്നല്ലേ, അപ്പം അതിൽ നിന്നാണ് വന്നത്. അടുത്തത്, നഅ്ബുദു എന്ന് ഓതിയാൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം എത്രയാണ്? ഒരു ഹർഫ് ഓതിയാൽ 10 പ്രതിഫലമാണ്. അപ്പോൾ ഇവിടെ നഅ്ബുദു എന്നതിൽ 4 അക്ഷരങ്ങളാണ്. അപ്പോൾ നഅ്ബുദു എന്ന് ഓതിയാൽ ലഭിക്കുന്നത് 40 പ്രതിഫലമാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ അക്ഷരങ്ങൾ മനസ്സിലാക്കിയിട്ട് 1ന് 10, 2ന് 20, 3 അക്ഷരത്തിന് 30, 4 അക്ഷരത്തിന് 40 പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. അടുത്തതോ, ശബ്ദോടുകൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ. ശബ്ദോടുകൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് മീമിനും നൂനിനാണ് ഉന്നത്ത്, മണിക്കൽ അല്ലേ. ഇനിയോ, സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. നൂനിന് ശേഷം ഇൽഹാറിൻ്റെ ഹർഫുകളായ ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ അംസ, ഹ, ഐന്, ഹ, ഓയിന്, ഹ ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. മിൻ ഹസനത്തിൻ എന്നത് അതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇവിടെ മിം ബാഴ്തി, നൂന് ശേഷം ബ, നൂനിനെ മീമാക്കണം. എന്താണ്? ഇക്ലാബാണ്. മിൻ സമറത്തി, നൂന് ശേഷം സ, ഇഖ്ഫായിൻ്റെ അക്ഷരാണ് ഇഖ്ഫാ. ഇനിയോ, സാക്കിനായ നൂനിൻ്റെ ശേഷം വാവ് വന്നാൽ നൂനിൻ്റെ വിധി. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം വാവ്, നൂന്, യാ, മീം ഈ 4 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇദ്ഗാമും ബിഉന്നയാണ്. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഈ 4 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ബിഉന്നയാണ്. ഇനിയോ, ഖുർആനിൽ നിന്ന് ആദ്യം അവതരിച്ച 5 ആയത്തുള്ള സൂറത്തുൽ അലക്കിലേതാണ്? സൂറത്തുൽ അലക്കിൽ നിന്നാണ് ഈ 5 ആയത്തുകൾ. അടുത്തതാ, ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെടാത്തവ. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ അംസ, ഹ, ഐന്, ഹ, ഓയിന്, ഹ ഇതിൽ പെടാത്തത് ജീമ്, റാ. അപ്പോൾ അത് പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഹൽക്കിൻ്റെ അക്ഷരത്തിൽ പെട്ടതാണെന്ന് വെച്ചാൽ വേഗം കണ്ട് അടയാളപ്പെടുത്തരുത്. പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ജീമ്, റാ. ഇനി അടുത്തത് എന്താണ്? ഖുർആൻ ഒരു തവണ മുഴുവൻ ഓതി പൂർത്തിയാക്കലാണെന്ത്? ഹത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു തവണ മുഴുവനും ഓതി പൂർത്തിയാക്കുന്നതിനാണ്, ഖുർആൻ മുഴുവനായിട്ട് ഓതി തീർക്കുന്നതിനാണ് ഹത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തതാ, സാക്കിനായ നൂനിനും തൻവീനിനുമുള്ള വിധികൾ. സാക്കിനായ നൂനിനും തൻവീനിനും 5 വിധികളാണ്. നൂനിനും തൻവീനിനും 5 വിധികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് മുന്നത്തെ ചോദ്യപേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് ചേരുംപടി ചേർക്കാനാണ്. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തു. നൂനിനെ ഇൽഹാർ ചെയ്യണമെങ്കിൽ നൂനിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും വരണം. അപ്പോൾ ഇവിടെ ഓയിന് വന്നിട്ടുണ്ട്, മിൻ ഇസ്ലീൻ. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. നൂനും തൻവീനും എന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് നൂന്. തൻവീന് ഫതഹ തൻവീൻ, ലൊമ്മ തൻവീൻ, കസ്റ തൻവീൻ അല്ലേ. ഇവിടെ കസ്റ തൻവീൻ, ഇവിടെ ലൊമ്മ തൻവീൻ. അങ്ങനെ നൂനും തൻവീനും മനസ്സിലാക്കിയാലാണ് അതിൻ്റെ ശേഷം വന്ന അക്ഷരം നോക്കിയിട്ടാണ് നമുക്കിത് അടയാളപ്പെടുത്താനോ ഏതാണെന്ന് പറയാനൊക്കെ കഴിയുള്ളൂ. ഇനിയാ, തൻവീനിനെ ഇൽഹാർ ചെയ്തു. തൻവീനിനെ ഇൽഹാർ ചെയ്യണമെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ തൻവീന് ശേഷം ഇവിടെ നൂനിൻ്റെ ശേഷമാണ് ആയിന്, അത് ഇൽഹാർ. ഇവിടെ തൻവീന് ശേഷം ഹ, തൻവീന് ശേഷം ഹ. അപ്പം അതിൻ്റെ
ഈ എഴുതാം, ഇൽഹാറാണ്. അടുത്തതാ ഷദ്ദുള്ള മീമിനെ ഉന്നത്തു ചെയ്തു. ഷദ്ദുള്ള മീമ് ഇതാ സുമ്മ, അവിടെ മീമിന് ഷദ്ദ് വന്നിട്ടുണ്ട്, അപ്പം അതിൻ്റെ നമുക്കവിടെ നൽകാം. ഇനിയോ സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്തു. നൂനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ ഹർഫായ നൂന് വാവ് മീമ് യ, ഇദ്ഗാം ബിഉന്നയുടെ ഹർഫുകൾ നൂന് വാവ് മീമ് യ, ഈ 4 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വരണം നൂനിന് ശേഷം. അപ്പോൾ ഇവിടെ നൂനിന് ശേഷം യാ വന്നിട്ടുണ്ട്, ഫമയ്യാമൽ, അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ നൽകാം. അടുത്തതോ തൻവീനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്ത്. തൻവീന് ശേഷം ഈ 4 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വരണം. തൻവീന് ശേഷം ഇവിടെതാ തൻവീന് ശേഷം നൂന് വന്നിട്ടുണ്ട്, യൗമ ഇതിന്നാളിറ, തൻവീന് ശേഷം നൂന് വന്നു, അപ്പോൾ അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ ഇൽഹാറും ഇദ്ഗാം ബിഉന്നയും മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ ഹർഫുകൾ മനസ്സിലാക്കാം. ഇദ്ഗാം ബിഉന്നക്ക് 4 ഹർഫുകളും ഇൽഹാറിന് 6 ഹർഫുകളും, ഹംസ ഹ ഐന് ഹ ഒയ്ന് ഹ ഈ 6 ഹർഫുകളാണ്. അപ്പോൾ അത് നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ളതാണ് എന്തായാലും ചേരുമ്പടി ചേർക്കാൻ വരാം, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനിയാ പൂരിപ്പിക്കാനാണ്. ഖുർആനിലേക്ക് ഡേഷ് പോലും പ്രതിഫലാർഹമാണ്. എന്താണ്? ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. ഖുർആനിൽ ഡേഷ് യുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യണം. എന്തിൻ്റെ ആയത്താണ്? സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യണം. നമ്മൾ 2ാമത്തെ പാഠത്തിൽ ആദാബു തിലാവയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇതേപോലെ ചോദ്യങ്ങൾ വരും. ഖുർആൻ്റെ തുടക്കത്തിൽ എന്തൊക്കെയാണ് ഓതേണ്ടത്? അഊദു ബിസ്മി. ഖുർആൻ ഉയരമുള്ള സ്ഥലത്ത് വെക്കണം. ഓത്ത് അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. ഹത്തം ചെയ്താലോ ദുആ ചെയ്യണം. അങ്ങനെ പഠിച്ചതൊക്കെ അതേപോലെ വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. ഇനി എന്താണ്? യൗമുൻ അസീർ എന്നതിലെ തൻവീനിനെ ഡാഷ് ചെയ്യണം. തൻവീന് ശേഷം അയിന് എന്തിൻ്റെ അക്ഷരമാണ്? ഇൽഹാർ. അപ്പോൾ ഈ തൻവീനിനെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. തൻവീനിനെ ഇൽഹാർ ചെയ്യണം എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ കിതാബം മഹീല എന്നതിലെ തൻവീനിനെ ഡാഷ് ഇദ്ഗാം ചെയ്യണം. എന്താണ്? ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. എന്താണ് ഇദ്ഗാമും ബിലാ ഉന്ന? തൻവീന് ശേഷം മീമ് വന്നു, അപ്പോൾ അവിടെ ഇദ്ഗാം ബിഉന്നയാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ അപ്പോൾ അവിടെ തൻവീനിനെ എങ്ങനെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്? എന്താണ് ഇദ്ഗാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഈ ഹർഫുകളിൽ 4 ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അതിനെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ട്. അതിനാണ് ഇദ്ഗാം ബിഉന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉന്നത്തോടു കൂടിയിട്ട് ഇദ്ഗാം ചെയ്യണം. തൻവീനിനെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. അടുത്തതോ മിൻഹു എന്നതിലെ നൂനിനെ വെളിവാക്കി ഓതണം. എന്താണ്? മിൻഹു എന്നതിലെ ഡാഷിനെ വെളിവാക്കി ഓതണം. എന്തിനെയാണ് വെളിവാക്കേണ്ടത്? മിൻഹു എന്നതിൽ നൂനിന് ശേഷം ഹ വന്നിട്ടുണ്ട്, അവിടെ ഇൽഹാറാണ്. അപ്പോൾ അവിടെ നൂനിനെ വെളിവാക്കി ഓതണം. നൂനിന് ശേഷം ഹ, അപ്പോൾ നൂനിനെ വെളിവാക്കി ഓതണം. നൂനിനെ എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നാലുള്ള നിയമം എന്ത്? സാക്കിനായ നൂനിൻ്റെ ശേഷം വാവ് വരുമ്പോൾ വാവ് എന്തിൻ്റെ ഹർഫാണ്? ഇദ്ഗാമും ബിഉന്ന. അടുത്തതോ തൻവീനിന് ശേഷം ഹ ഇൽഹാർ വന്നാലുള്ള നിയമം ഏതാണെന്ന് വെച്ചാൽ ഇൽഹാർ. അപ്പം നമുക്ക് ഇദ്ഗാം ബിഉന്നയും ഇൽഹാർ മാത്രമാണ് ഈ പാർട്ടിൽ പഠിച്ചത്. അതുകൊണ്ട് അത് രണ്ടും തന്നെയാണ് മാറി വരിക, ശ്രദ്ധിച്ചാൽ മതി. അടുത്തതോ അലൈഹിം എന്നതിൽ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ്. ഐനും ഹാഉ ആണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ. അതുതന്നെയാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്നത് ഐനും ഹാഉം. അടുത്തത് ലത്തീഫുൻ ഹബീർ.
എന്നതിലെ തൻവീനിൻ്റെ വിധി. തൻവീന് ശേഷം ഹ ഇൽഹാറാണ്. തൻവീന് ശേഷം ഹ ഇൽഹാർ ചെയ്യണം. അടുത്തതോ സാക്കിനായ നൂനിന് ശേഷം മീമ് വന്നാലുള്ള വിധി. സാക്കിനായ നൂനിൻ്റെ ശേഷം മീമ് എന്താണ്? ഇദ്ഗാമുൻ ബിഗുന്നയാണ്. ഇദ്ഗാമുൻ ബിഗുന്ന. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഖുർആൻ എന്നാൽ എന്ത്? എന്താണ് ഖുർആൻ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. എന്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്? ഉന്നത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഉന്നത്തും നൂനിലും ഉന്നത്തും മീമിലും ഉന്നത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് എന്തെന്ന് വെച്ചാൽ ഉന്നത്ത്. ഉന്നത്ത് മണിക്കുക എന്ന് പറയും. ഉന്നത്തിൻ്റെ മറ്റൊരു വാക്ക് മണിക്കുക എന്നതാണ്. കൂടുതൽ ഉന്നത്ത് ചെയ്യണം എപ്പോഴാണ്? നൂനും മീമും ശബ്ദോട് കൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യണം. അതൊക്കെ അവിടുന്ന് മനസ്സിലാക്കണേ. അടുത്തത് ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. എന്തൊക്കെയായിരുന്നു? ഒളു ഉണ്ടായിരിക്കുക, ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, സംസാരം ഉപേക്ഷിക്കുക, വസ്ത്രം സ്ഥലവും വൃത്തിയുള്ളതായിരിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്ന് 2 എണ്ണം എഴുതിയാൽ മതി. ഇനിയോ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങൾ ഏതെല്ലാം? സാക്കിനായ നൂനിനും തൻവീനും 5 നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ഫാ, ഇഖ്ലാബ്. ഇങ്ങനെ 5 എണ്ണമാണുള്ളത്. ഇനിയോ അലീമൻ ഹക്കീമ എന്നതിൽ തൻവീനിനെ വെളിവാക്കി ഓതണം. കാരണം എന്താണ്? തൻവീന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരമായ ഹ വന്നതിനാലാണ്. തൻവീന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരമായ ഹ, ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ, 2 എഴുതാം. ഹ വന്നതാണ് അവിടെ തൻവീനിനെ വെളിവാക്കി ഓതാൻ കാരണം. എന്താണ് തൻവീൻ? നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് തൻവീൻ എന്നുള്ളത് നമ്മളെ 8ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിനെന്താണ്? ഇദ്ഗാം എന്ന് പറയുന്നു. എന്തിന്? ഇദ്ഗാം എന്ന് പറയുന്നത് എന്തിനാണ്? ഒരക്ഷരത്തെ അതിനു ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഒരക്ഷരത്തെ അതിനു ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദ് ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇനിയോ മസലമ്മ എന്നതിലെ തൻവീനിനെ ഇദ്ഗാമും ബിഗുന്ന ചെയ്ത് ഓതണം. കാരണം എന്ത്? തൻവീനിന് ശേഷം മീം അല്ലേ? എന്താണ് കാരണം? അവിടെ തൻവീനിന് ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരമായ മീമ് വന്നു. തൻവീനിന് ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരമായ മീമ് വന്നതാണ് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ഓതിയതിന് കാരണം. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കാം. ഇതുപോലെ യാ വരാം, വാവ് വരാം, നൂന് വരാം. ഇദ്ഗാമിൻ്റെ 4 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്ന് തൻവീനിന് ശേഷമാണെങ്കിൽ തൻവീനിന് ശേഷം അത് വന്നു. നൂനാണെങ്കിൽ നൂനിന് ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരമാണെങ്കിൽ അത് എഴുതാം. ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ നൂനോ തൻവീനോ നോക്കിയിട്ട് അത് അങ്ങനെ എഴുതുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ മനസ്സിലാക്കാനുള്ളത്. മുന്നത്തെ ചോദ്യപേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. 2021 മുതൽ ഇപ്പോൾ 5 വർഷമായിട്ട് ഈ ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് റിപ്പീറ്റ് വരുന്നത്. വേർഡ്സുകളൊക്കെ മാറുന്നുണ്ട് എന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ നഹ്ലീൻ ഹാവിയ എന്നതിന് പകരം മറ്റേതെങ്കിലും അക്ഷരങ്ങൾ തന്നിട്ട് ചോദിക്കുകയാണ് ചെയ്യുക. യൗമയ്യ ജാലൂൻ തൻവീന് ശേഷം യാ വന്നു. ഇവിടെ തൻവീനിൻ്റെ വിധി എന്തെന്ന് ചോദിക്കും. അങ്ങനെ നമുക്ക് നമുക്ക് ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്നുള്ള ഈ ഉദാഹരണങ്ങൾ മാത്രമാണ് മാറ്റമുള്ളത്. ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.